ഒരു ഗ്രാമത്ത് സമ്പത്ത് എന്നു പേരുള്ള ഒരു യൗവനൻ ഉണ്ടായിരുന്നു. സമ്പത്ത് ഒരു അനാഥനാണ്. അവൻ ഗ്രാമത്തിൽ ചൗധരിയുടെ ഹോട്ടലിൽ ആഹാരം പാചകം ചെയ്യുകയായിരുന്നു. വേഗം തന്നെ ജോലി തീർക്കൂ സമ്പത്ത്. കസ്റ്റമേഴ്സ് ടേബിളിൽ വെറുതെ ഇരുന്നോണ്ടിരിക്കുകയാണോ? ഇന്ന് ഞാൻ ദാൽ മക്കണി വെച്ചിട്ട് ഒരു പുതിയ റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നെ നോക്കിക്കോളൂ. ഇന്ന് അവർ ദാൽ മക്കണി കഴിച്ചിട്ട് മറക്കാൻ പോകുന്നേ ഇല്ല. എടാ, മറക്കാൻ പോകുന്നൊക്കെ പിന്നെ വെച്ചേക്കാം. ആദ്യം നീ അവർക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്. തീർന്നു മുതലാളി. കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ഇന്നൊരു 5 മിനിറ്റില് ഞാൻ എല്ലാ കസ്റ്റമേഴ്സും ഫുഡ് വെച്ചേക്കാം. ചൗധരി അവിടെ നിന്നും പുറത്തുപോയി. കുറച്ചു സമയത്തിനകം സമ്പത്ത് കസ്റ്റമറിന് ആഹാരം നൽകി. സമ്പത്ത് പാചകം ചെയ്ത ഡാൽ മഖ്നി എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ കസ്റ്റമറിൽ നിന്നും അർജുൻ ചൗധരിയുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇന്ന് ദാൽ മഖ്നി വളരെ രുചിയായിട്ടുണ്ടായിരുന്നു മുതലാളി. എന്റെ വയറ് നിറഞ്ഞുപോയി. പക്ഷെ എനിക്ക് പോവാൻ മനസ്സേ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ അർജുൻ? എന്റെ ഹോട്ടൽ ഉണ്ടാക്കുന്ന ഭക്ഷണം അത്ര രുചിയായിട്ടുണ്ടാവില്ലോ. അതുകൊണ്ട് ജനങ്ങളുടെ വയറ് നിറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആർക്കും പോകാൻ മനസ്സിലാത്തത്. എന്റെ ഭാര്യ അത്രയും നന്നായിട്ട് പാചകം ഉണ്ടാക്കും. ചേട്ടാ, നിങ്ങൾ എന്താ സംസാരിക്കുന്നത് ചൗധരി മുതലാളി? നിങ്ങളുടെ ഭാര്യ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് കാശല എണ്ണിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണമൊക്കെ നമ്മുടെ ഗ്രാമത്തിലുള്ള സമ്പത്തല്ല ഉണ്ടാക്കുന്നത്. ചേട്ടാ, അവനെ കുറിച്ച് പാരാട്ടുന്നുണ്ട്. നിങ്ങളുടെ പെരുമ എന്താ ഇറങ്ങി പോകുന്നുണ്ടോ? ഇത് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്നും പോയി. ചൗധരി വളരെ ദേഷ്യപ്പെട്ട് തന്റെ ഭാര്യ രുക്മിണിയോട് എന്തു പറഞ്ഞെന്നാൽ, നീ തന്നെ കണ്ടതല്ലേ, നിന്റെ അടുത്ത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നീ ആ കിച്ചണിലേക്ക് പോയിട്ട് സമ്പത്തിന് എന്തെങ്കിലും ഒന്ന് സഹായിച്ചൂടെ? എന്നെ കൊണ്ട് ഒരു സമയത്ത് ഒരു ജോലിയെ ചെയ്യാൻ സാധിക്കുള്ളൂ. ഒന്നുകിൽ ഞാൻ പണം എണ്ണവും, അല്ലെങ്കിൽ ഞാൻ അകത്ത് ചെന്ന് പാചക അറയിൽ ഇരുന്നോളാം. എന്തേ? നിന്നെ പോലെ ഒരു മണ്ടിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പക്ഷെ സമ്പത്ത് നാളെ നമ്മൾ കട വിട്ടിട്ട് പോയാലോ? പിന്നെ എന്താകും? ജനങ്ങൾക്ക് അവന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണമാണ് വളരെ ഇഷ്ടപ്പെട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളെടുത്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവനല്ല നീയാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ നിന്റെ അടുത്ത് പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇക്കാര്യം എന്റെ മനസ്സിൽ എന്താ തോന്നാത്തത്? നാളെ മുതൽ ഞാനും സമ്പത്തിന്റെ അടുത്തൊരു കസേര ഇട്ടിരുന്നോളാം. അടുത്ത ദിവസം സമ്പത്ത് ഹോട്ടലിലേക്ക് വന്നതും ചൗധരി സമ്പത്തിനോട് എന്തു പറഞ്ഞെന്നാൽ, സമ്പത്ത്, ഇന്നു മുതൽ എന്റെ ഭാര്യ നിന്റെ കൂടെ ചേർന്നിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കാൻ പോകുന്നത്. ചൗധരി മുതലാളി അമ്മനെ എന്തിനാ കഷ്ടപ്പെടുത്തുന്നത്? ഭക്ഷണം ഉണ്ടാക്കാൻ ഞാനുണ്ടല്ലോ. ഞാൻ എന്താ പറയുന്നോ അത് മാത്രം ചെയ്താൽ മതി. ആവശ്യമില്ല സംസാരിക്കല്ലേ. ശരി ചൗധരി മുതലാളി, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. അന്നു മുതൽ രുക്മിണി സമ്പത്തിനോടൊപ്പം പാചക അറയിൽ ഇരിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസത്തിന് ശേഷം ചൗധരി എല്ലാ കസ്റ്റമേഴ്സിനെയും വിശ്വസിപ്പിച്ചു. അതായത് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ നൽകുന്ന ആഹാരമെല്ലാം തന്റെ ഭാര്യയാണ് ചെയ്യുന്നതെന്ന്. ഒരു ദിവസം സമ്പത്ത് ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നും പുറപ്പെടുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ചൗധരി എത്തിയത്. ചൗധരി മുതലാളി, നിങ്ങളോ? ഞാൻ ഡാബാലേക്കില്ല വന്നോണ്ടിരിക്കുന്നത്. ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത്. ഇനി മുതൽ നീ എന്റെ ഡാബയിലേക്ക് വന്നിട്ട് ഒരു ജോലിയും ചെയ്യാൻ ആവശ്യമില്ല. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് മുതലാളി? എനിക്ക് അറിഞ്ഞെടുത്തോളം ഞാൻ വളരെ രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും കുറവ് പറയുന്ന പോലെ ഒരു ജോലിയും ചെയ്തിട്ടില്ലല്ലോ. അതിനെപ്പറ്റി എനിക്ക് ഒരു വിഷമവും ഇല്ല സമ്പത്ത്. നിന്നെ കൊണ്ടാണ് എന്റെ ഡാബയിലുള്ള പേര് കുറച്ചായിട്ട് കുറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് ഓർമ്മയുള്ളത് വരെ ഞാൻ എപ്പോ തൊട്ട് നിങ്ങളുടെ ഡാബയിൽ ജോലി ചെയ്യുന്നു. അപ്പോഴുള്ള ഡാബിനെക്കാട്ടും ഇപ്പോഴല്ലേ നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിന് കാരണം നീ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇന്നും കുറച്ച് ദിവസം കൂടി തന്നെ ജോലിക്ക് വെച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ എന്റെ ഡാബിന്റെ പേര് ചൗധരി ഡാബ എന്ന് പകരം സമ്പത്ത് ഡാബ എന്നാണ് എല്ലാരും പറയുക. അങ്ങനെയൊന്നും ചെയ്യില്ല മുതലാളി. ഞാനൊരു അനാഥയാണ്. എനിക്ക് ഈ ജോലി അറിയാതെ വേറെ ഒരു ജോലി അറിയില്ല. അതൊക്കെ നിന്റെ പ്രശ്നമാണ്, എന്റേതല്ല. ഇന്നു മുതൽ ഇതിന് ശേഷം എന്റെ കടന് മുമ്പ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ കൈയും കാലും അടിച്ചു പൊട്ടിച്ച് ഗ്രാമത്തിൽ നിന്ന് പുറത്തായി കളയും. ഇത് പറഞ്ഞിട്ട് ചൗധരി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. സമ്പത്തിന്റെ ജോലി നഷ്ടപ്പെട്ടു. വളരെ വേദനയോടെ സമ്പത്ത് ഗ്രാമത്തലവനെ ചെന്ന് കണ്ടു. എനിക്ക് എല്ലാ കാര്യം അറിയാം സമ്പത്ത്. ചൗധരി നിനക്ക് എന്തൊക്കെ ചെയ്തെന്ന് അറിയാം. നിനക്ക് തന്നെ ഈ കാര്യം അറിയാം. ചൗധരി എന്നെക്കാട്ടും വലിയ പൈസക്കാരനാണ്, പിന്നെ വലിയ ആളാണ്. അദ്ദേഹത്തിനടുത്ത് എനിക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. മുതലാളി, ഞാൻ ചൗധരിന്റെ അടുത്ത് അടികൂടാനല്ല ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചിട്ട് വന്നതാണ്. നിങ്ങൾക്ക് എന്നെ അറിയാലോ മുതലാളി, ഞാനൊരു അനാഥയാണ്. ചില വർഷങ്ങൾ മുമ്പാണ് എന്റെ അച്ഛനമ്മ എന്നെ വിട്ടിട്ട് ഇവിടെ പോയത്. ഞാൻ ഈ ഗ്രാമത്തിലോട്ട് എവിടെയും പോകുന്നില്ല. നീ എന്താണ് പറയാൻ വരുന്നത്? മുതലാളി, ഞാൻ എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കണം എന്നാണ് കരുതുന്നത്. നിന്റെ അച്ഛനും വലിയൊരു പാചകക്കാരനായിരുന്നോ? മുതലാളി, എനിക്ക് നിങ്ങളൊരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമോ? എനിക്ക് തന്നെ നമ്മുടെ ഗ്രാമത്തിൽ ഒരു ഡാബ ഓപ്പൺ ചെയ്യാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എനിക്ക് കുറച്ച് പണം തരാൻ പറ്റുമോ? എന്റെ ഡാബ നന്നായിട്ട് പോയതിനു ശേഷം ഞാൻ എല്ലാ പണം നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. ശരി,
ഗ്രാമത്തിൽ എനിക്ക് കുറച്ച് ഗാലിയായ സ്ഥലങ്ങളുണ്ട്. നീ അവിടെ പോയിട്ട് നിന്റെ ഡാബ തുറന്നോളൂ. അതിന് നിനക്ക് എത്ര പൈസ ആവശ്യമാണോ അത് ഞാൻ നിനക്ക് തരാൻ തയ്യാറാണ്. തലവൻ പറഞ്ഞത് കേട്ടിട്ട് സമ്പത്തിന് സന്തോഷമായി. സമ്പത്ത് സന്തോഷത്തോടെ കാലിയായ സ്ഥലത്ത് ഹോട്ടൽ കെട്ടാൻ തുടങ്ങി. വളരെ കഷ്ടപ്പാടുകൾക്ക് ശേഷം സമ്പത്ത് അവിടെ ഒരു ഹോട്ടൽ നിർമ്മിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സമ്പത്തിന്റെ ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വരാൻ തുടങ്ങി. പിന്നെ ഇക്കാര്യം ചൗധരിക്ക് തീരെ ഇഷ്ടമായില്ല. എന്ത് വിചാരിച്ച് ഞാൻ പേടിച്ചു അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് രുക്മിണി. ഒന്നുമില്ലാത്തവന് അവൻ ഒരു ഡാബ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഡാബയിൽ കുറഞ്ഞ ആൾക്കാരും പിന്നെ അവന്റെ ഡാബയിൽ കുറെ ആൾക്കാരുണ്ട്. ഒരു കുറുക്കന്റെ ബുദ്ധിയാണ് നിങ്ങൾക്കും ഉള്ളത്. ആ ബുദ്ധി നിങ്ങൾ ഉപയോഗിക്കൂ, എന്നിട്ട് അവന്റെ ഹോട്ടൽ മൂടാനുള്ള വഴി നോക്കൂ. എന്തേ? നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ ഈ നരി പോലുള്ള ബുദ്ധി വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ചൗധരി വളരെ തന്ത്രപൂർവ്വം ഒരു കസ്റ്റമറെ താൻ പറയുന്നത് കേൾപ്പിച്ചു. ആ കസ്റ്റമർ അറിയാതെ സമ്പത്തിന്റെ ഹോട്ടലിൽ ചൗധരി കൊടുത്ത ആ മരുന്ന് കലർത്തിയിട്ട് വന്നു. അന്ന് ആരൊക്കെയാണോ അവിടെ കഴിച്ചത് അവർ എല്ലാവർക്കും ലൂസ് മോഷൻ ഉണ്ടായി. അടുത്ത ദിവസം സമ്പത്തിന്റെ ഹോട്ടലിന്റെ മുൻപിലായി ഗ്രാമത്തിലെ ജനങ്ങൾ കൂട്ടമായി വന്നെത്തി. അതിലൊരാൾ വളരെ ദേഷ്യത്തോടെ സമ്പത്തിനോട് പറഞ്ഞു, നിന്റെ ഡാബ നന്നായിട്ട് നടക്കാൻ വേണ്ടി നീ നിന്റെ സത്യവാൻ മറന്നുപോയോ? നിങ്ങൾ എന്തെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്തത്? എന്ത് നീ ചെയ്തെന്നോ? ഇന്നലെ രാത്രി നിന്റെ കടയിൽ ദാൽ കഴിച്ചിരുന്നു. അപ്പൊ തൊട്ട് എന്റെ വയറ് വളരെ മോശമായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ എത്ര പേരുണ്ടോ അവരുടെ എല്ലാവരുടെ വയറും വളരെ മോശമായിട്ടുണ്ട്. ഇതിനൊക്കെ കാരണക്കാരൻ നീ തന്നെയാണ്. നീ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ എന്തോ കലർന്നിട്ടുണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. ഞാൻ ഭക്ഷണത്തിൽ ഒന്നും കലർന്നിട്ടില്ല. ഇനി മുതൽ ഞങ്ങൾ ആരും നിന്റെ ഈ ഡാബയിൽ ഞങ്ങൾ കഴിക്കാൻ വരാൻ പോകുന്നില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് നീ തന്നെ കഴിച്ചോളൂ. ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നും പോയി. പിന്നീട് സമ്പത്ത് കണ്ണുകളിൽ കണ്ണുനീരോടെ തന്റെ ഹോട്ടലിൽ ഇരുന്നു. സമ്പത്തിന് വീണ്ടും ജോലി നഷ്ടപ്പെട്ടു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സമ്പത്തിന്റെ ഹോട്ടലിൽ തലവൻ വന്ന് പറഞ്ഞു, സമ്പത്ത്, നീ എന്റെ അടുത്ത് ഒരു കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ? അത് എപ്പോഴാ നീ എനിക്ക് തിരിച്ചു തരിക? മുതലാളി, നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയാം. എന്റെ ഡാബയിലേക്ക് ഇപ്പൊ കസ്റ്റമേഴ്സേ വരുന്നില്ല. അതൊന്നും എനിക്ക് അറിയാൻ ആവശ്യമില്ല സമ്പത്ത്. എനിക്ക് എന്റെ കാശ് വേണം, അതും പലിശയോടെ. തലവൻ പറഞ്ഞത് കേട്ടതും സമ്പത്ത് അതിശയിച്ചു പോയി. നമ്മൾ പലിശനെ പറ്റി ഒന്നും സംസാരിച്ചില്ലല്ലോ. ഞാൻ അതിനെ പറ്റി പറഞ്ഞിരുന്നു, പക്ഷെ നീ അത് കേട്ടിട്ടുണ്ടാവില്ല. ഇന്ന് 2 ദിവസത്തിലും നിന്റെ കാശ് പ്ലസ് പലിശയോടെ എനിക്ക് തിരിച്ചു വരണം. പിന്നെ ഞാൻ നിന്റെ വീട് ഞാൻ നിന്റെ അടുത്ത് നിന്ന് എടുത്തേക്കും. പിന്നെ അതൊക്കെ വിറ്റിട്ട് പിന്നെ അതിലൊന്ന് ഞാൻ കാശ് എടുത്തേക്കും. അങ്ങനെയൊന്നും ചെയ്യില്ല മുതലാളി, ഞാനൊരു അനാഥയാണ്. നിങ്ങൾ എന്റെ അടുത്ത് നിന്ന് വീടും എടുത്താൽ പിന്നെ ഞാൻ എങ്ങോട്ടാ പോവുക? ഞാൻ നിനക്ക് 2 ദിവസം സമയം തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് തലവൻ അവിടെ നിന്നും പോയി. 2 ദിവസങ്ങൾക്ക് ശേഷം തലവൻ സമ്പത്തിനെ അവന്റെ വീട്ടിൽ നിന്നും പുറത്താക്കി. അവന്റെ ഹോട്ടലും നശിപ്പിച്ചു കളഞ്ഞു. സമ്പത്ത് കണ്ണുകളിൽ കണ്ണുനീരോടെ ഹൈവേയിലുണ്ടായിരുന്ന ഒരു വലിയ മരത്തിന്റെ താഴെ ഇരുന്ന് തന്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞു. അങ്ങനെ കരഞ്ഞു കരഞ്ഞ് വൈകുന്നേരമായി. അപ്പോഴാണ് അവൻ കണ്ടത് ആ മരത്തിൽ ഒരു പക്ഷി കൂട് കെട്ടിയിരുന്നു. ആ കൂട് ഒരു കഴുകൻ ചുറ്റി വന്നുകൊണ്ടേയിരുന്നു. ഈ കഴുകിനെ നമ്മൾ പായവെച്ചേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അതിന്റെ കൂടെ അത് നശിപ്പിച്ചാളയും. എന്റെ വീട് രക്ഷിക്കാൻ വേണ്ടി എന്നെ ഗ്രാമത്തിൽ ആരും സഹായിച്ചില്ല. പക്ഷെ പാവം, ഈ കൂട് രക്ഷിക്കാൻ ഞാൻ എന്തായാലും സഹായിച്ചേ പറ്റുള്ളൂ. സമ്പത്ത് ആ കഴുകനെ അവിടെ നിന്നും വിരട്ടി. അപ്പോഴാണ് അവിടെ ഒരു അതിശയമുണ്ടായത്. ആ കൂട്ടിലുണ്ടായിരുന്ന ഒരു ചെറിയ പക്ഷി സമ്പത്തിനരികിൽ വന്നിരുന്നു. ഒരു വലിയ പ്രകാശത്തോടെ ഒരു ഭംഗിയുള്ള പെണ്ണായി അത് മാറി. നീ ആരാണ്? ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ എന്നെ ഒരു ശാപം കാരണം എന്നെ ഒരു പക്ഷിയാക്കി മാറ്റി ആ കൂട്ടിൽ എന്നെ തടവിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. നീ ഇപ്പോ ആ പക്ഷിയെ വിരട്ടിയില്ലായിരുന്നെങ്കിൽ ആ കഴുകൻ എന്നെ കൊന്ന് എന്റെ കൂട് നശിപ്പിക്കുമായിരുന്നു. അത് കഴുകന്റെ രൂപത്തിലുണ്ടായിരുന്ന ഒരു രാക്ഷസനാണ്. പക്ഷേ നീ എങ്ങനെയാണ് നിന്റെ ശരിക്കുള്ള രൂപത്തിലേക്ക് വന്നത്? എനിക്ക് എന്തു പറയപ്പെട്ടിരുന്നാൽ, അതായത് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു യൗവനക്കാരൻ നിന്നെ സഹായിക്കുകയാണെങ്കിൽ അപ്പോൾ ഈ ശാപം എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ നോക്ക്, എന്റെ പാപം പോയിരിക്കുന്നു. എനിക്കിപ്പോൾ മുക്തി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കും. പിന്നെ നിന്നെ കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നിന്നെ കൊണ്ട് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റുക? എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല? നീ വളരെ നന്നായിട്ട് പാചകം ചെയ്യുന്നവനാണ്. നിന്റെ കയ്യിൽ കാശോ പണമോ ഇല്ല. ഒരേ ഒരു വീടുണ്ടായിരുന്നു, അതും ഇപ്പോൾ ഇല്ലാതെയായി. പക്ഷെ കുഴപ്പമില്ല, വിട്. ഏത് കൂടാണോ നീ പൊട്ടാതെ സൂക്ഷിച്ചത് ആ കൂട് ഇന്നു മുതൽ നിന്റെ വീടായി മാറുന്നതാണ്. പിന്നെ ഈ കൂടിനകത്ത് നിന്റെ സ്വന്തമായ ഒരു കൂട് റെസ്റ്റോറന്റ് ഉണ്ടാകും. ഇത് പറഞ്ഞിട്ട് ആ സുന്ദരിയായ സ്ത്രീ
ആ കൂടിനെ നോക്കി കൈ കാണിച്ചു. അപ്പോഴാണ് പെട്ടെന്നൊരു പ്രകാശത്തോടെ ആ കൂടൊരു റെസ്റ്റോറന്റായി മാറിയത്. അതിന്റെ പടികൾ ഭംഗിയുള്ള മരം കൊണ്ട് ചെയ്തതായിരുന്നു. ഈ മരക്കൂട് റെസ്റ്റോറന്റ് ഇന്നു മുതൽ നിനക്കുള്ളതാണ്. ഇനി ഈ സ്ഥലത്തൊന്നും നിന്നെ ആർക്കും പറഞ്ഞയക്കാനാവില്ല. ആരെങ്കിലും നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാനായി ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ അവൻ തന്നെ പ്രശ്നത്തിൽ കുടുങ്ങുന്നതായിരിക്കും. ഇത് പറഞ്ഞിട്ട് ആ ഭംഗിയുള്ള പെണ്ണ് അവിടെ നിന്നും മാഞ്ഞുപോയി. സമ്പത്ത് ആ റെസ്റ്റോറന്റിനകത്തേക്ക് ചെന്നു. അവൻ നോക്കി, ആ റെസ്റ്റോറന്റ് അകത്ത് കാണാൻ 5 സ്റ്റാർ ഹോട്ടലിനെ പോലെയായിരുന്നു. അവിടെ വലിയ വലിയ കോസ്റ്റ്ലി ആയ ടേബിൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ പോലുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. കുറച്ചു സമയത്ത് സമാധാനത്തോടെ സമ്പത്ത് അവിടെ ഉറങ്ങി. അടുത്ത ദിവസം ടിഫിൻ കഴിച്ചിട്ട് സമ്പത്ത് താഴേക്ക് ഇറങ്ങി. അപ്പോഴാണ് അവിടെ ഒരു കാർ വന്ന് നിന്നത്. അതിൽ നിന്നും ഭംഗിയുള്ള ഒരു യൗവനക്കാരൻ ഇറങ്ങി സമ്പത്തിനോട് പറഞ്ഞു, ഇത് എന്തുപോലുള്ള റെസ്റ്റോറന്റ് ബ്രോ? ഇതുപോലുള്ള റെസ്റ്റോറന്റിനെ ഞാൻ ഫോറിനിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ അതും ഫോട്ടോയിൽ മാത്രമാണ്. ഇത് എന്റെ റെസ്റ്റോറന്റ് ആണ്, കൂട് റെസ്റ്റോറന്റ് ആണ്. എന്റെ റെസ്റ്റോറന്റിലും എല്ലാ ടൈപ്പ് ഫുഡ്സും ഉണ്ട്. ശരി, നിങ്ങൾ എനിക്ക് റെസ്റ്റോറന്റ് ചുറ്റി കാണിക്കുന്നുണ്ടോ? ചുറ്റി കാണിക്കാൻ എന്തിനാ സാർ? നിങ്ങളാണ് എന്റെ ഫസ്റ്റ് കസ്റ്റമർ. ഇന്ന് വേണ്ടി നിങ്ങൾക്ക് ഫുഡ് ഫ്രീ ആണ്. സമ്പത്ത് അദ്ദേഹത്തിനായി വളരെ അത്ഭുതമായ ആഹാരം ഉണ്ടാക്കി. ആഹാരം കഴിച്ചിട്ട് അദ്ദേഹം രുചി കണ്ടിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, ഞാൻ എത്രയോ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള രുചിയുള്ള ഭക്ഷണം എന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഞാനൊരു വലിയ കമ്പനിയിൽ ഒരു അഡ്വർടൈസറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നിങ്ങളുടെ ഈ റെസ്റ്റോറന്റിനെ ഞാൻ എന്നിട്ട് അഡ്വർടൈസ് ചെയ്തോട്ടെ. പിന്നെ നിങ്ങളുടെ റെസ്റ്റോറന്റ് വളരെ ഫേമസ് ആവും. പിന്നെ ഇവിടെ എപ്പോഴും തിരക്കും തിരക്കായിട്ടും ഉണ്ടാവും. നിങ്ങൾ മാത്രം എനിക്ക് അങ്ങനെ ചെയ്താൽ അതെനിക്ക് വളരെ ഉപകാരമായിട്ടുണ്ടാവും. അദ്ദേഹം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോയി. അടുത്ത ദിവസം ആ റെസ്റ്റോറന്റിലേക്ക് നഗരത്തിൽ നിന്ന് വരുന്ന ജനങ്ങളുടെ കൂട്ടം അധികമായി. ആ കൂട്ടത്തിൽ വലിയ വലിയ തലവന്മാർ, പത്രക്കാർ, മീഡിയക്കാർ, ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ആ കൂട് റെസ്റ്റോറന്റ് കുറച്ചു മാസങ്ങളിൽ തന്നെ ഇന്ത്യ മൊത്തം ഫേമസ് ആയി. പിന്നെ ഇക്കാര്യം തലവനും ചൗധരിക്കും ഇഷ്ടപ്പെട്ടില്ല. നീ പേരിന് മാത്രമാണോ തലവന്? പക്ഷെ നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. നീ എന്തൊക്കെ പറഞ്ഞോ അതിനെക്കാട്ട് ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്. നീ വെറും അവനെ ഡാബിൽ മാത്രമാണ് പുറത്താക്കിയത്. പക്ഷെ ഞാൻ അവന്റെ വീടും വാങ്ങി വെച്ചിട്ട് അവനെ നാട് വിട്ട് പുറത്താക്കിയിട്ടുണ്ട്. ഇതിൽ അവന്റെ തലയെഴുത്ത് നന്നായിട്ടുണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഇതുകൊണ്ട് സംസാരിച്ചിട്ട് എന്ത് പ്രയോജനം മുതലാളി? അവന്റെ കൂട് റെസ്റ്റോറന്റ് അല്ലേ, സിറ്റിയിൽ നിന്ന് കുറെ ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്കൊക്കെ അവൻ ഈ കൂട് റെസ്റ്റോറന്റിൽ നിന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അവൻ ദിവസം എല്ലാവർക്കും അന്നദാനം കൊടുക്കുന്നുണ്ട്, നല്ല പേരും വാങ്ങുന്നുണ്ട്. പക്ഷെ നമ്മൾ രണ്ടുപേരും ഇവിടെ വെറുതെ കയ്യും വീശിക്കൊണ്ട് ഇവിടെ തന്നെ ഇരിക്കണം. നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് എന്താ വേണമെന്ന് വെച്ചാൽ അവന്റെ കൂട് റെസ്റ്റോറന്റിൽ തീ അങ്ങ് വെച്ചേക്ക്. പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? എന്നാ പുറപ്പെട്. ഇന്ന് രാത്രി തന്നെ അവന്റെ ഇതിൽ തീ വെച്ചേക്കാം. തലവനും ചൗധരിയും പെട്രോൾ എടുത്തുകൊണ്ട് ആ മരത്തിനടുത്തേക്ക് വന്നു. അവർ ആ മരത്തിൽ പെട്രോൾ ഒഴിച്ചു. പക്ഷെ അവരതിൽ തീ വയ്ക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് അവരുടെ ശരീരത്ത് വളരെ മോശമായ രീതിയിൽ കത്താൻ തുടങ്ങി. അവർ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. സമ്പത്തും മറ്റുള്ള കസ്റ്റമേഴ്സും റെസ്റ്റോറന്റിന് താഴെ വന്നു. നിങ്ങൾ രണ്ടുപേർക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾ എന്തിനെങ്ങനെ ഒച്ച വെച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങളോട് ക്ഷമിക്കണം സമ്പത്ത്. ഞങ്ങൾ രണ്ടുപേരും നിന്റെ റെസ്റ്റോറന്റ് കത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നിരുന്നത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ആ കൂട്ടിലേക്ക് തീ വെക്കാൻ വന്നപ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ പെട്ടെന്ന് എന്തോ തീ പോലെ കത്തുന്നുണ്ട്. ഇന്ന് നിങ്ങൾ തെറ്റാണ് ചെയ്തിരിക്കുന്നത് മുതലാളി. പക്ഷെ എപ്പോഴും ഇതുപോലെ നിങ്ങൾ ചെയ്യാനേ പാടില്ല. അപ്പോഴാണ് ആ കൂട് റെസ്റ്റോറന്റിനകത്തുനിന്നും ഒരു ശബ്ദം കേട്ടത്. അവർ രണ്ടുപേരെടുത്ത് പറഞ്ഞേക്ക് ഇപ്പൊ തന്നെ ആ ഗ്രാമത്തെ വിട്ടേക്ക് പോവാൻ. പിന്നെ അവരുടെ ശരീരത്തിലാ ചേരിച്ചാൽ ലോകത്തിലെ ഏത് ഡോക്ടറെ അടുത്ത് പോയാലും അവർക്ക് നടക്കില്ല. എനിക്ക് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഈ കൂട് റെസ്റ്റോറന്റ് അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചാൽ അവർക്ക് എന്തായാലും വലിയൊരു പ്രശ്നമാണ് സംഭവിക്കാൻ പോകുന്നത്. തലവനും ചൗധരിയും സമ്പത്തിന്റെ വാക്ക് കേൾക്കുന്നത് നല്ലതെന്ന് വിചാരിച്ചു. രണ്ടുപേരും രാത്രിയോട് രാത്രിയായി ഗ്രാമത്തു നിന്നും ഓടിയെത്തി. സമ്പത്ത് ഇപ്പോഴും കൂട് റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. റീനയും ടീനയും ജോളിയായിരിക്കുന്ന ട്വിൻസ് ആയിരുന്നു. രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ പരസ്പര വിരുദ്ധമായിരുന്നു. എന്നാലും രണ്ടുപേരും നന്നായി ഒത്തുപോകുമായിരുന്നു. അനാഥരായ കാരണം കൊണ്ട് തന്നെ രണ്ടുപേരും വളരെ ദരിദ്രരായിരുന്നു. ജീവിതം ജീവിച്ചു തീർക്കാൻ വേണ്ടി അവർ ഗ്രാമത്തലവന്റെ വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. ഇന്ന് അവർ രണ്ടുപേരും വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി മുതൽ ഗ്രാമത്തലവന്റെ വീട്ടിൽ ജോലി ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല ടീന. അവരുടെ വീട്ടിലല്ലേ നമ്മൾ രണ്ടുപേരും ജോലി ചെയ്യുന്നത്. നമ്മൾ ജീവിക്കാനുള്ള പണം മാത്രമല്ലേ ആവശ്യപ്പെടുന്നുള്ളൂ. എപ്പോൾ അവരോട് പണം ചോദിച്ചാലും തരില്ലെന്നാണ് പറയുന്നത്. നീ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇന്ന് തീർച്ചയായും ഞാൻ അദ്ദേഹത്തോട് പോയി ചോദിക്കാം. നമുക്ക് കിട്ടാനുള്ള പണമല്ലേ.
ചേച്ചി, നിങ്ങൾ വളരെ ശാന്തപ്രിയയാണ്. നിനക്കറിയാലോ, നമ്മുടെ ഗ്രാമത്തിൽ ഒരുപാട് കാലമായി മഹാമാരി പടർന്നിട്ടുള്ളതാണ്. പിന്നെ അതിനുള്ള മരുന്ന് ഗ്രാമത്തലവന്റെ വീട്ടിലല്ലേ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ ക്ഷമാശീലരായിരിക്കണം. ചേച്ചി എന്നെക്കാളും 5 മിനിറ്റാണ് വലുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. ഞാനാണ് ചേച്ചിയേക്കാൾ വലുതെങ്കിൽ ഇപ്പൊ തന്നെ പോയി പണം വാങ്ങിയിട്ട് വരുമായിരുന്നു. അതെ, അതെന്തായാലും ശരിയാണ്. ഗ്രാമത്തലവൻ തന്റെ വീട്ടിൽ ഒരു രസായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇതിൽ ഞാൻ അരിയില് കലർന്നു കൊടുക്കാൻ പോവുകയാണ്. അത് തന്നെ ഞാൻ ഗ്രാമത്തിലുള്ള മക്കൾക്ക് ഞാൻ കൊടുത്തേക്കും. പിന്നെ അവർക്ക് സുഖമില്ലാതെ വരുമ്പോൾ അവർക്ക് ഞാൻ മരുന്ന് കൊടുക്കുന്നതിന് പകരം എന്റെ വീട്ടിൽ വന്നിട്ട് ജോലി ചെയ്യാൻ ഞാൻ പറയും. ഈ ഗ്രാമത്തിലുള്ള ജനങ്ങള് എനിക്ക് വേണ്ടി ജനിച്ചവരാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സൂക്കേട് എപ്പോഴും ഞാൻ പോകാനേ വിടാൻ പോകുന്നില്ല. അങ്ങനെ രസായനം തയ്യാറായി. പിന്നീട് ഗ്രാമത്തലവൻ അത് തളിക്കുവാനായി വയലിന് സമീപത്തേക്ക് നടന്നു. ഒരു യാഥാർത്ഥ്യമുണ്ട്, ഈ വൈറസ് പകരാനുള്ള കാരണം ഗ്രാമത്തലവനാണ്. എങ്ങനെയാണോ അദ്ദേഹം പാടത്ത് ഈ രസായനം തളിക്കുന്നത്, കഴിഞ്ഞ 2 വർഷമായി ഇതുപോലെ രസായനം തളിക്കുന്നത് കൊണ്ടാണ് ഗ്രാമത്തിൽ മഹാമാരി വ്യാപിക്കുന്നത്. ഗ്രാമവാസികൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. പിന്നീട് മരുന്നിനു പകരമായി ഗ്രാമവാസികളോട് അവരുടെ പാടം വാങ്ങുന്നു. എപ്പോഴും ഈ ഗ്രാമം ഞാൻ മുന്നേറാൻ വിടാൻ പോകുന്നേയില്ല. ഒരുപക്ഷെ മുന്നേറണമെങ്കിൽ അത് ഞാൻ മാത്രമാണ്. ഗ്രാമത്തലവൻ അവിടെ നിന്ന് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ പിറ്റേ ദിവസം ടീനയും റീനയും എല്ലാ ദിവസത്തെയും പോലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്ക് വന്നു. ജോലികളെല്ലാം തീർത്ത് അവർ രണ്ടുപേരും ഗ്രാമത്തലവനോട് പണത്തെ പറ്റി ചോദിച്ചു. ഗ്രാമത്തലവ, ഞങ്ങൾക്ക് പണം സംബന്ധമായ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. ടീന, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, എന്നെ കൊണ്ട് ഈ പണം ഈ മാസം തരാൻ പറ്റില്ല. കാരണം അത് വെച്ചുകൊണ്ടാണ് ഈ മാസം ഞാൻ ഗ്രാമത്തിലെ ജനങ്ങൾക്കൊക്കെ മരുന്ന് എടുത്തു കൊടുക്കണം. ഞാൻ മൊത്തം പണവും നിനക്ക് ഞാൻ അടുത്ത മാസം തന്നേക്കാം. പക്ഷെ ഞങ്ങൾക്കും ചെലവുകളുള്ളതല്ലേ, അതുകൊണ്ടാ. അതിനെന്താ, നീ എന്താ അത്രയും വലിയ ആളായിപ്പോയോ? ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തിനാണ് പറയുന്നത്? ഗ്രാമത്തിൽ പണക്കാരാരുമില്ല. ഞങ്ങളും ഇവിടുത്തെ ഗ്രാമവാസികളാണ്. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് വന്നെങ്കിൽ നിങ്ങൾ ആ കാര്യങ്ങൾ ഏറ്റെടുക്കുമോ? പറയൂ. ഞാൻ ഇത്ര നേരം സ്നേഹിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടോളൂ. ഞാൻ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഗുളിക ഉണ്ടാക്കി തീർക്കുന്നവരെ എനിക്ക് നിങ്ങളെ 2 പേർക്ക് 1 പൈസ പോലും കൊടുക്കാനേ പറ്റില്ല. ഗ്രാമത്തലവ, ഞങ്ങൾക്ക് ഈ മാസം തരേണ്ട പൈസ മാത്രം തന്നാൽ മതി. ഞങ്ങളുടെ അവസ്ഥ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ശരി ടീന, ഞാൻ നിനക്ക് പണം തന്നേക്കാം. പക്ഷെ നാളെ തൊട്ട് നീ ഇങ്ങോട്ട് വരാനുള്ള ഒരു ആവശ്യമില്ല. ഞങ്ങൾ എന്തിനു വരണം? ഗ്രാമത്തലവൻ ടീനയുടെ കയ്യിൽ പണം കൊടുത്തു. അവർ രണ്ടുപേരും അവിടെ നിന്ന് തങ്ങളുടെ വീട്ടിലേക്ക് മടങ്ങി വന്നു. ടീന വളരെയധികം പരിഭ്രാന്തിയിലായിരുന്നു. ചേച്ചിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് റീന അവളോട് ചോദിച്ചു, എന്തുപറ്റി ചേച്ചി? എന്തിനാ ഇങ്ങനെ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? നിനക്കിപ്പോ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾക്ക് ഒരുപാട് കഷ്ടകാലം വരും. ഒരു മരുന്ന് വാങ്ങാൻ പോലും പണമുണ്ടാകില്ല. മാത്രമല്ല ഇപ്പൊ നമുക്ക് ജോലിയും ഇല്ല. അതുകൊണ്ട് പണത്തിന് വളരെ വളരെ അത്യാവശ്യമാണ്. പക്ഷെ നമുക്ക് വേറെ എവിടെയെങ്കിലും ജോലി നോക്കിക്കൂടെ? വേറെ എവിടെ നോക്കാനാ? ഗ്രാമത്തിലെ എല്ലാ വ്യാപാര വ്യവസായങ്ങളും ഗ്രാമത്തലവന്റെ കയ്യിലല്ലേ. അദ്ദേഹത്തോടല്ലേ നമ്മളിപ്പോ എല്ലാ വഴക്കിട്ട് വന്നത്. വേറൊരാളുടെ വീട്ടിൽ ജോലി ചെയ്യാമെന്ന് വെച്ചാൽ അത്രയും വലിയ പണക്കാരനും ഇവിടെ ഇല്ല. അതെ ചേച്ചി, എല്ലാവർക്കും ഈ മഹാമാരി ബാധിച്ചിട്ടുണ്ട്. ഗ്രാമത്തലവൻ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും അടിമകളെ പോലെ ജീവിക്കുന്നു. പക്ഷെ നീ തെറ്റ് ചെയ്തെന്ന് ഞാൻ ഒരിക്കലും പറയില്ല റീന. പക്ഷേ ഇതിനുശേഷം നമ്മൾ എങ്ങനെ ജീവിക്കണം അതിനെപ്പറ്റിയും ആലോചിക്കണ്ടേ? ഇത് കേട്ടതും റീനയ്ക്ക് വളരെ ടെൻഷനായി. അതായത് തന്റെ കാരണം കൊണ്ട് 2 സഹോദരിമാർക്കും കഷ്ടത വന്നു തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ ഏകദേശം 1 മാസം കടന്നുപോയി. അവർ രണ്ടുപേരുടെ കയ്യിലും ഉണ്ടായിരുന്ന പണം ഏകദേശമൊക്കെ തീരാറായി. ഇപ്പോൾ വീട്ടിലാണെങ്കിലോ ഏകദേശം സാധനങ്ങളൊക്കെ തീർന്നു. അവസാനം ഉണ്ടായിരുന്ന ഒരു ആഹാരം അത് റീന ടീനയ്ക്ക് കൊടുത്തു. അല്ല, നീ ഭക്ഷണം കഴിച്ചോ? ഞാനല്ലേ ആദ്യം ഭക്ഷണം കഴിച്ചത്. ചേച്ചി ജോലി അന്വേഷിച്ചു പോയില്ല അപ്പോ? ഓ അതെയോ. ചേച്ചി ഇപ്പൊ ഈ ഭക്ഷണം കഴിക്കേ. ഞാൻ കുറച്ച് അധികം ഭക്ഷണം കഴിച്ചുപോയി, അതുകൊണ്ടാണ് ചേച്ചിക്ക് കുറച്ച് കുറവ്. അയ്യോ മണ്ടി, നീ ഇതും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും സന്തോഷം. പക്ഷെ നാളെ മുതൽ നമ്മൾ എന്താ ചെയ്യാന്ന് അത് നമ്മളൊന്ന് ആലോചിക്കണം. അതെ ചേച്ചി, വീട്ടിലെ എല്ലാ സാധനങ്ങളും തീർന്നു പോയി. ആ സമയത്താണ് ഭിക്ഷ യാചിക്കാനായി ഒരാൾ പുറത്ത് വന്നത്. പ്രണാമം സ്വാമിജി. നല്ലതുണ്ടാവട്ടെ മകളെ, എനിക്ക് കുറച്ച് ഭിക്ഷ തരൂ മകളെ. സ്വാമിജി, സ്വാമിജിക്ക് തരാൻ വീട്ടിൽ ഒന്നുമില്ല. വളരെ കുറച്ച് ഭക്ഷണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനിപ്പോൾ എന്റെ ചേച്ചിക്ക് കൊടുത്തു. ക്ഷമിക്കൂ സ്വാമിജി. എന്തിനാ അങ്ങനെ പറഞ്ഞത് റീന? ഏതെങ്കിലും സ്വാമിയോ ഭിക്ഷക്കാരനോ വീട്ടിൽ വന്നാൽ അവരോട് അങ്ങനെ ഒരിക്കലും പറയരുത്. പക്ഷേ ചേച്ചി,
നിങ്ങൾ രണ്ടുപേർക്കും നല്ല സ്നേഹമുണ്ട്. നിന്റെ സ്നേഹം കൊണ്ടാണ് നിന്റെ വിശപ്പ് അടക്കിയിട്ട് നിന്റെ ചേച്ചിക്ക് നീ ആ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ ചേച്ചി വന്നിട്ട് ധർമ്മത്തിന് വേണ്ടി അനിയത്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചെറിയവൾ വല്ലാതെ സ്നേഹമുള്ളവളാണ്, പിന്നെ വലിയവൾ നല്ല ധർമ്മ വഴി കാണിച്ചു കൊടുക്കുകയാണ്. വളരെ നല്ല കാര്യം. സ്വാമി, ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ പറയുന്നതിന് മുൻപേ നിങ്ങൾക്ക് മനസ്സിലായി. മാത്രമല്ല, ഞാൻ ഇല്ലാന്ന് പറഞ്ഞതിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. നീ ഇതിൽ ക്ഷമ പറയാന്ന് ഒരു കാര്യമില്ല മകളെ. സ്നേഹത്തിനേക്കാളും ഒരു വലിയ ധർമ്മമേ ഇല്ല. സ്വാമിജി അകത്തു വന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം എഴുന്നേറ്റ് റീനയോടും ടീനയോടുമായി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ചെയ്തിരിക്കുന്ന ഈ സേവയുണ്ട് ഞാൻ വളരെ സന്തോഷമായിട്ടുണ്ട്. കേൾക്കൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സ്വാമി, ഈ ഗ്രാമത്തിൽ ഒരു മഹാമാരി വ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായി അതിങ്ങനെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മാറിക്കിട്ടാൻ സ്വാമിജി എന്തെങ്കിലും ഒരു വഴി പറയൂ. ആ സ്വാമിജി എന്തോ ഒരു ചിന്തയിലാണ്ട് മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു പക്ഷേ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ, ഇരട്ട സഹോദരിയായ നിങ്ങൾക്ക് ഒരു ദാബ തന്നേക്കാം. നിങ്ങൾ ഏതൊരു ഭക്ഷണം ദാബയിൽ ഉണ്ടാക്കിയാൽ അത് സഹിച്ചാലും അത് മരുന്നായിട്ട് മക്കൾക്ക് പോവും. അത് അവരുടെ ശരീരത്തിലേക്ക് ശക്തിയും തരും. പക്ഷേ എന്താണ് സ്വാമിജി? പക്ഷേ ആ കാര്യം നടക്കണമെങ്കിൽ ഒരാള് നല്ല മനസ്സോടെ പിന്നെ കരുണയുള്ളവരോട് മാത്രമാണ് ആ ഭക്ഷണം ഉണ്ടാക്കേണ്ടത്. ഒരു പക്ഷേ സ്വയനലമായിട്ട് ഉണ്ടാക്കാൻ നോക്കിയാൽ പിന്നെ അതിന്റെ എല്ലാ ഫലങ്ങളും നാശമായിട്ട് പോവും. സ്വാമിജി പറയുന്നത് ഞങ്ങൾ മനസ്സിൽ തന്നെ വെക്കാം. അപ്പോഴാണ് പെട്ടെന്ന് എവിടെയാണോ അവരുടെ വീടുണ്ടായിരുന്നത് അതിന് നേരെ എതിരായി ഒരു ധാബ പ്രത്യക്ഷപ്പെട്ടത്. പെട്ടെന്ന് തന്നെ ആ സ്വാമി അവിടെ നിന്നും നടന്നുപോയി. വരൂ ചേച്ചി, നമുക്കിപ്പോൾ തന്നെ ധാബയിൽ നമ്മുടെ ജോലികൾ തുടങ്ങാം. ഗ്രാമവാസികളുടെ വ്യാധി മുഴുവൻ നമുക്ക് തീർക്കാം. ഇനി മുതൽ നമ്മൾ 2 പേർക്കും കഷ്ടപ്പാടുകൾ ഉണ്ടാകില്ല. 2 സഹോദരിമാരും തങ്ങളുടെ ധാബയിൽ ജോലി ചെയ്യാനായി തുടങ്ങി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഭക്ഷണം റെഡിയായി. ആ ധാബ കണ്ട് മാലതിയും അമൃതയും അങ്ങോട്ടേക്ക് വന്നു. അല്ല ടീന, ഇതെന്താ കാര്യം? ഈ ധാബ എവിടെ നിന്നാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത്? അതെ, എന്തോ ഒരു മായാജാലം നടന്നതുപോലെയുണ്ട്. അല്ല, ഇത് മാലതി ചിറ്റയല്ലേ? വേഗം വരൂ, കഴിച്ചിട്ട് പോകാം. നമ്മളുടെ ഗ്രാമത്തിലെ എല്ലാ മഹാമാരികളും മാറ്റിയെടുക്കാം. മാത്രമല്ല, ഇതിന് ഞങ്ങൾ ഒരുപാട് പണമൊന്നും വാങ്ങില്ല, മനസ്സിലായോ? അതെ, 2 നേരത്തേക്കുള്ള ഭക്ഷണവും ഇവിടെ നിന്ന് കൊണ്ടുപോകൂ. ഭക്ഷണത്തിന് നിങ്ങൾ എത്ര പണം ചെലവാക്കുന്നു അതേ പണം കൊണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. അതെയോ, സത്യമാണോ ഈ പറയുന്നത്? ശരി, ഞങ്ങൾക്ക് ഭക്ഷണം തരൂ, എന്തെങ്കിലും. ടീനയും റീനയും അവർക്ക് ഭക്ഷണം കഴിക്കാനായി 2 പ്ലേറ്റുകൾ എടുത്തു വെച്ചു. അവർ 2 പേരും ഭക്ഷണം കഴിച്ച ഉടനെ കുറച്ചു സമയങ്ങൾ കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും മാറി. അവർക്ക് 2 പേർക്കും എന്തോ ഒരു പുത്തൻ ഉണർവ് അനുഭവപ്പെട്ടു. ഇത് യഥാർത്ഥത്തിൽ എന്തോ മായാജാലം പോലെ തോന്നുന്നു മക്കളെ. ഗ്രാമത്തിൽ എല്ലാവർക്കും വളരെയധികം രോഗമാണ്. ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള കുറച്ച് ഭക്ഷണം കൂടി തരൂ. പണം നാളെ തരാം. ശരി ചിറ്റ, നിങ്ങൾക്ക് എപ്പോൾ പണം കിട്ടുന്നോ അപ്പോൾ മാത്രം കൊണ്ടു തന്നാൽ മതി. നിങ്ങൾ ഇപ്പോൾ വീട്ടിലുള്ളവരുടെ ആരോഗ്യകാര്യങ്ങൾ മാത്രം നോക്കൂ. പണം നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ കൊണ്ട് തരാമല്ലോ. അങ്ങനെ വീണ്ടും 1 മാസം കടന്നുപോയി. അമൃതയും ഗ്രാമത്തിലെ മറ്റാളുകളും ധാബയ്ക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാനായി ക്യൂ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഗ്രാമത്തലവൻ കയ്യിൽ എന്തോ ഒരു പേപ്പറുമായി അങ്ങോട്ടേക്ക് വന്നത്. എന്താ കാര്യം ടീന, വീണ? നല്ല സെഴിപ്പോടുണ്ടല്ലോ. എന്താ, ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റീന, നീ മിണ്ടാതിരി. എന്താ ടീന, നീ എന്തിനാ റീനയെ വെറുതെ തടുക്കുന്നത്? അവള് പറയുന്നത് സത്യമല്ലേ? എല്ലാവരുടെ സൂക്കേടും ശരിയായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണോ എന്നെ തന്നെ എതിർത്ത് ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നത്? ഗ്രാമത്തലവാ, നിങ്ങൾ ഈ മരുന്നുകൾക്കെല്ലാം പകരം എല്ലാവരോടും നിങ്ങളുടെ പാടത്ത് പണിയെടുക്കാനല്ലേ പറയുന്നത്? അതെ, ശരിയാണ് ചിറ്റേ. ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ ഈ ഗ്രാമത്തിലെ എല്ലാം ഇദ്ദേഹം വാങ്ങിയതുപോലെയാ തോന്നുന്നത്. മാത്രമല്ല, ഈ ഗ്രാമവാസികൾ മുഴുവൻ ഇദ്ദേഹത്തിന് അടിമകളെ പോലെയാണ്. എല്ലാവരും കുറച്ചുനേരം ശാന്തരായി ഇരിക്കൂ. ഈ മഹാമാരിയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് സന്തോഷിക്കണം. നിങ്ങൾ എല്ലാവരും ആദ്യം ഈ കാര്യം ആലോചിക്കൂ. ദയവ് ചെയ്ത് ഇങ്ങനെ അടി കൂടുന്നതൊന്ന് നിർത്ത്. ഇപ്പൊ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ വായി ഞാൻ അടയ്ക്കാൻ നോക്കിയോ? ഈ പേപ്പറിലേക്ക് നിങ്ങൾ നോക്കൂ. ഗ്രാമത്തലവൻ ടീനയ്ക്കും റീനയ്ക്കും ഈ അഗ്രിമെന്റ് കാണിച്ചു കൊടുത്തു. എന്താ കാര്യം മോളെ? ഇവര് 2 പേരും എന്ത് പറയാനാ? ആ കാര്യം ഞാൻ തന്നെ പറയാം. ഇവരുടെ അച്ഛൻ മരിക്കുന്ന മുമ്പ് എന്റെ അടുത്ത് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ കടം തിരിച്ചു കൊടുക്കാത്ത പറ്റത് കൊണ്ട് ഈ സ്ഥലം ഇപ്പോഴും എന്റേത് മാത്രമാണ്. ഇവര് പാവപ്പെട്ടവരല്ലേന്ന് കൊണ്ടാണ് ഇത്ര ദിവസം ഞാൻ പറയാത്തത്. പക്ഷെ ഇപ്പൊ എനിക്ക് ഈ സ്ഥലം എനിക്ക് വേണം. ഇത് ഒറിജിനലാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അച്ഛന്റെ കയ്യൊഴുപ്പ് ഇതിലുണ്ട്. കയ്യൊപ്പോ?
എന്തു പറ്റി ചിറ്റേ? ചിറ്റയ്ക്ക് എന്താണ് അത്ഭുതമെന്നോ? നിന്റെ അച്ഛന് വായിക്കാനോ എഴുതാനോ അറിയില്ല. അദ്ദേഹം കൈവിരൽ പതിപ്പിക്കും. രണ്ട് കിഴകളും ചേർന്നിട്ട് എന്നെ നശിപ്പിക്കല്ലേ. ഗ്രാമത്തലവൻ, നിങ്ങൾ ഒരുപാട് അധികമാകുന്നു. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോ. എന്ത് കാര്യം ചെയ്യുന്നതിനും ഒരു അതിരുണ്ട്. ടീനയ്ക്ക് ഒരിക്കലും ദേഷ്യം വരാറേയില്ല. ടീനയുടെ മുഖത്തെ ദേഷ്യം കണ്ട് റീനയ്ക്ക് അത്ഭുതമായി, മറ്റുള്ളവർക്കും കൂടി. നിങ്ങളെ എല്ലാരും ഞാൻ നോയിക്കോളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തലവൻ അവിടെ നിന്നും പോയി. ഒരുപാട് നാളുകൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം നിലാവുള്ള രാത്രിയായിരുന്നു. ഗ്രാമത്തലവൻ ആ ധാബയുടെ സമീപത്തേക്ക് ഒരു മുഖംമൂടിയും ഇട്ട് വന്നു. അതേ രസായനവും കയ്യിൽ പിടിച്ചുകൊണ്ട് ധാബയ്ക്കുള്ളിലേക്ക് കടന്നു. ഇപ്പോൾ ഈ അരിയിലൊക്കെ എന്റെ മരുന്നുകളൊക്കെ ഞാൻ ഇടാൻ പോവുകയാണ്. പിന്നെ ഇതിൽ ആരൊക്കെ കഴിക്കുന്നുണ്ടോ പിന്നെ അവർക്ക് സൂക്കടൊക്കെ വരും. പിന്നെ ഞാൻ നോക്കട്ടെ എന്നെ എതിർത്ത ഈ ഗ്രാമത്തെ ജനങ്ങളൊക്കെ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ധാബയ്ക്കുള്ളിലെ എല്ലാ ധാന്യങ്ങളിന്മേലും ഗ്രാമത്തലവൻ രസായനം തളിച്ചു. എന്തോ ഒരു ശബ്ദം കേട്ട് റീന പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. ആരാണ് നീ? കള്ളൻ, കള്ളൻ, കള്ളൻ! ഗ്രാമത്തലവൻ അവിടെ നിന്നും ഓടി. പെട്ടെന്ന് ടീന റീനയുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്തു പറ്റി റീന? എന്താ ഇവിടെ നടക്കുന്നത്? ഏതോ ഒരു കള്ളൻ വന്നു. എന്നെ കണ്ടതും അവൻ ഓടിപ്പോയി. പക്ഷെ ഒന്നും മോഷ്ടിച്ചില്ല അല്ലേ? പക്ഷെ എന്തോ ഒരു നാറ്റം വരുന്നുണ്ടല്ലോ. രണ്ടുപേരും ധാന്യങ്ങളിലേക്ക് നോക്കി. അതിൽ നിന്നും വന്നത് രസായനത്തിന്റെ മണമാണ്. രണ്ടുപേരും പിറ്റേ ദിവസം രാവിലെ ഇത് കാണിക്കാനായി മാലതിയെയും അമൃതയെയും വിളിച്ചു. എന്തു പറ്റി ടീന? ഇത് നോക്കൂ ചിറ്റേ, ആരോ ധാന്യങ്ങളുടെ പുറത്ത് രസായനം ഒഴിച്ചു. ഗ്രാമത്തിൽ വ്യാപിക്കുന്ന മഹാമാരിയുടെ കാരണം ഈ രസായനമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ കാര്യം നിനക്കെങ്ങനെ അറിയാം? അത് എന്താണ് കാര്യമെന്നോ ചിറ്റേ? ടീന സ്വാമിജി നൽകിയ വരത്തെ പറ്റി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. പിന്നീട് അവൾ പറഞ്ഞു അവൾക്ക് എല്ലാ വ്യാധികളെ പറ്റിയും മനസ്സിലാകുമെന്ന്, മാത്രമല്ല നിവാരണത്തെ പറ്റിയും. അത് ശരി, അതാണല്ലേ കാര്യം. അപ്പോ ഇത് ആരാണ് ചെയ്തത്? ഇത് മനസ്സിലാക്കാൻ നിങ്ങൾ എല്ലാവരും എന്റെ തീരുമാനത്തെ അംഗീകരിക്കണം. കുറച്ചു സമയം കഴിഞ്ഞ് ആ സ്ഥലത്തേക്ക് ഗ്രാമത്തലവൻ വന്നു. ധാബയിലിരുന്ന എല്ലാവരും വയറുവേദന എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് ഗ്രാമത്തലവൻ എന്താണ് പറഞ്ഞതെന്നോ? കണ്ടില്ലേ, ഇവര് രണ്ടുപേരും ഇങ്ങനെയൊക്കെ ചെയ്താലാണ് വിശ്വസിക്കുക. എനിക്ക് മുമ്പ് തന്നെ ഇത് വളരെ നന്നായിട്ട് അറിയാം. ഇതൊന്നും ആ സൂക്കടനുള്ള മരുന്നല്ല. ആ സൂക്കടനുള്ള മരുന്ന് എന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഗ്രാമത്തലവ, കുറച്ച് മരുന്ന് തരുവോ? വയറെല്ലാം വല്ലാതെ വേദനിക്കുന്നു. ഇതാ മരുന്ന്. ഗ്രാമത്തലവൻ എല്ലാ ഏർപ്പാടുകളും കൊണ്ടാണ് വന്നതെന്ന് തോന്നുന്നല്ലോ. ഇവിടെ മരുന്നുകളെല്ലാം ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ എപ്പോഴും ഈ മരുന്ന് എന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ടിരിക്കും. എപ്പോഴാ ആവശ്യപ്പെടാന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ആവശ്യമായില്ലേ? അപ്പോൾ പിന്നെ ചിന്റു കൊണ്ടുവരുന്ന കാര്യം അതെന്താണ്? ചിന്റു എന്നു പേരുള്ള ഒരു കൊച്ചു പയ്യൻ അതേ രസായനം എടുത്തുകൊണ്ടുവന്നു. മുൻപെല്ലാം തലവർ അതാണ് തളിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? നിങ്ങൾ രണ്ടുപേരും ഞാൻ കണ്ടില്ലെന്നാണല്ലോ വിചാരിച്ച്. ഇപ്പോൾ എന്റെ സംശയമെല്ലാം എനിക്ക് മനസ്സിലായി. ഇന്നലെ രാത്രി ഞങ്ങളുടെ വീട്ടിൽ മോഷ്ടിക്കാൻ വന്നത് നിങ്ങളാണല്ലേ? റീന തലേദിവസം രാത്രി കണ്ട ആ ഡബ്ബ, അതേപോലെ കാണാനുള്ള ഒരു ഡബ്ബ ഞാനും ശരിയാക്കി വെച്ചിരുന്നു. ഇപ്പൊ നിങ്ങളും അതിൽ വന്ന് പെട്ടുപോയി. അപ്പോൾ ഇത്രയും വർഷം ഈ രോഗമുണ്ടാകാനുള്ള കാരണം നിങ്ങളാണല്ലേ? ഇതിന് മരുന്നും കൊടുത്ത് വലിയ മഹാനാണെന്ന് ഭാവിക്കുന്നു. ഈ ഗ്രാമത്തെ വിട്ട് നീ ഓടിപ്പോ. ഗ്രാമത്തലവൻ അവിടെ നിന്നും ഓടി. ഈ സംഭവത്തിന് ശേഷം ഗ്രാമത്തിൽ ആർക്കും രോഗം കൊണ്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ആ മായജലധാബ വീണ്ടും തുടർന്നു.